പിന്നെ ഈ വർഷത്തിൻ്റെ എല്ലാ കർമ്മബാധ്യതകളും മാറി അടുത്ത പുതിയ ഒരു വർഷത്തിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ് നമ്മൾ. പുതിയ വർഷത്തിൽ എല്ലാ മേന്മകളും ഉണ്ടാകാനായിട്ട് ഈ ഡിസംബർ 1 ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. And all the higher beings from the universe and sentient beings from the universe. Wish you all success. Thank you. Namaste. നമുക്ക് ധ്യാനത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ വിചാരിച്ചത്. ഞാൻ പ്ലാനറ്ററി പീസ് മെഡിറ്റേഷനെ കുറിച്ച് വേറെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ പറയുകയാണ്. എല്ലാവർക്കും എൻ്റെ യോഗ പ്രാണവിദ്യ ഹീലിംഗ് സയൻസസിൻ്റെ സെൻറ്ററിലേക്ക് സ്വാഗതം. നിങ്ങൾ നിത്യേന പരിശീലിക്കാൻ സാധിക്കുമെങ്കിൽ പരിശീലിക്കേണ്ട ഒരു ധ്യാനമാണ് ഞാൻ പറയുന്നത്. വളരെ മേന്മയുള്ള ലോകമൊട്ടാകെയുള്ള പ്ലാനറ്റിൽ, അതായത് എർത്ത്, നമുക്കറിയുന്നത് എർത്തിലാണല്ലോ ജീവനുകളുള്ളത്. അപ്പം ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും, സമസ്ത ജീവജാലങ്ങൾക്കും ശാന്തിയും സന്തോഷവും സമാധാനവും ഉണ്ടാകാനുള്ള ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ ഈ ധ്യാനം തുടങ്ങുന്നത് തന്നെ. ആ ധ്യാനിക്കുന്ന സമയത്ത്, പ്രയർ ചെയ്യുന്ന സമയത്ത് ലോകം മുഴുവനും ഹീല് ചെയ്യപ്പെടുന്ന തരത്തിലാണ് മഹാത്മാ ചോക്വക്സുയി അത് ധ്യാനം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വളരെ സയൻറ്റിഫിക്കായി തയ്യാറാക്കിയ ധ്യാനം ഇന്ന് ലോകമെമ്പാടും പരിശീലിക്കുന്നുണ്ട്. അതുപോലെ അതിനൊരു സംഘടന തന്നെയുണ്ട്. ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുമ്പോൾ അവിടേക്ക് എല്ലാവരും കൂടി പ്രയർ ചെയ്ത് ആ ദുരിതബാധിത പ്രദേശങ്ങളെ ഹീൽ ചെയ്യുന്നതിനായിട്ട് ചെയ്യാറുണ്ട്. ഇതിൻ്റെ വേൾഡ് ഓർഗനൈസേഷനാണ് അത്. പ്ലാനറ്ററി പീസ് മെഡിറ്റേഷൻ .org എന്നുള്ള ഇതിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അത് ലഭ്യമാകും. നിങ്ങൾക്ക് അതിൽ മെമ്പർഷിപ്പ് എടുക്കാം. നിങ്ങൾക്ക് എന്നിട്ട് എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ, ലോകത്ത് എവിടെ വിഷമം ഉണ്ടാകുമ്പോഴും നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് ഇത് പരിശീലിച്ച് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ധാരാളം വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ കാണാറുണ്ട്. അതിൻ്റെ ആധികാരികത ഒന്നുകൂടെ കൃത്യമായി ഏത് ഗുരുവിൽ നിന്നാണ്, കൃത്യമായ ഒരു പരിശീലനം തന്നെയാണോ എന്ന് വിലയിരുത്തുക, ഇൻ്റലിജൻ്റ് ഇവാലുവേഷൻ ആവശ്യമാണ്. ഏത് ധ്യാനമായാലും നമുക്ക് ധ്യാനങ്ങൾ വ്യത്യസ്തമായ തരത്തിലുള്ള ധ്യാനങ്ങളാണ് ഉള്ളത്. ഓരോന്നിനും ഓരോ തരം വ്യത്യസ്തമായ വൈശിഷ്ട്യമായ കാരണങ്ങൾ കൊണ്ടുണ്ടാക്കിയ ധ്യാനങ്ങളാണവ. ധ്യാനത്തിന് മുമ്പ് തീർച്ചയായിട്ടും ഫിസിക്കൽ എക്സസൈസ് നല്ലപോലെ ചെയ്യേണ്ടതുണ്ട്. അറിയുന്ന എക്സസൈസുകൾ നല്ലപോലെ ചെയ്യേണ്ടതുണ്ട്. പിന്നെ അറിയുന്ന പ്രാണായാമങ്ങൾ പരിശീലിക്കേണ്ടതുണ്ട്. അതിൻ്റെ കാരണം, ധ്യാനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തെ ഒന്ന് ഉഴുതുമറിച്ച് തയ്യാറാക്കേണ്ടതുണ്ട്. നമ്മൾ വിത്ത് വിതയ്ക്കാൻ പോവുകയാണ്. കാരണം ഡിവൈൻ സോഴ്സിൽ നിന്നൊക്കെ ഡിവൈൻ ഫോഴ്സ് കടന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ മെറിഡിയനുകളിൽ കൂടെ, അതുപോലെ തന്നെ എനർജി സെൻറ്ററിൽ കൂടെ, എനർജി ബോഡിയിൽ കൂടെ അത് കടന്നു പോകുമ്പോൾ അവിടെ ബ്ലോക്കുകൾ, മെറിഡിയൻ എൻടാങ്കിൾഡ് ബ്ലോക്സ്ഡ് ആയിട്ടുള്ള മെറിഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എനർജി ഫ്ലോ സുഗമമാവില്ല. അതുകൊണ്ട് അതിനു വേണ്ടി ഒന്ന് എക്സസൈസ് ചെയ്ത് ബോഡി ഒന്ന് തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ യോഗ ചെയ്യുന്ന ആളുകൾ യോഗ ചെയ്താൽ മതി. അതുപോലെ തന്നെ പ്രാണായാമം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇന്നർ നോയ്സുകൾ ഉള്ളിലുണ്ട്, ഇല്ലേ? എല്ലാവർക്കും അറിയാം, നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പലതരത്തിലുള്ള ശബ്ദങ്ങൾ, വികാരങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പല ജീവിത സാഹചര്യങ്ങളിലെയും ബന്ധപ്പെട്ട് കിടക്കുന്ന ചിന്തകളുണ്ട്. അപ്പോൾ ധ്യാനത്തിന് നേരത്തെ അത് ഒരു ധ്യാനം എന്നാൽ അത് പ്രൊലോങ്ഡ് ഫോക്കസ് അല്ല. ധ്യാനം ധാരണയും ഫോക്കസും കൂടി ചേർന്നതാണ് എന്നറിയണം. നമ്മളിങ്ങനെ കംപ്ലീറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യാന്നാണ് എല്ലാവരെയും ധരിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷെ അങ്ങനെയല്ല. നാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ധ്യാനം ചെയ്യേണ്ടത്. നമ്മളൊരു മെഡിറ്റേഷൻ സ്റ്റേറ്റിലേക്ക് അത് പോകും. ഒരു പകുതി സ്ലീപ്പ് സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകുമെങ്കിലും
നാം എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ധ്യാനം ചെയ്യേണ്ടത്. അല്ലാതെ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുക എന്ന് പറയുമ്പോൾ അത് ഒന്നുകൂടി വിലയിരുത്തേണ്ടതുണ്ട്. അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും വിശദമാക്കേണ്ടതുണ്ട്. അത് നിങ്ങളെപ്പോഴെങ്കിലുമൊക്കെ ഈ യോഗ പ്രാണവിദ്യ ഹീലിംഗ് സയൻസസ് ഒക്കെ പഠിക്കാൻ വരുമ്പോൾ ഞാൻ വിശദമാക്കി തരാം. അല്ലാതെ ഒരു വീഡിയോയിൽ കൂടെ നമുക്കിതൊക്കെ റിവീൽ ചെയ്യാനും പറ്റില്ല. കാരണം ഇത് കൃത്യമായ രീതിയിൽ തന്നെ ആളുകളിലേക്ക് എത്തേണ്ടതാണ് എന്നുള്ള കൺസെപ്റ്റ് നിർബന്ധമായിട്ടുള്ളത് കൊണ്ട് ഗുരുക്കന്മാരുടെ ശരിയായിട്ടുള്ള ട്രാക്കിൽ കൂടെ തന്നെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്. ഞാൻ ധ്യാനത്തെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ധ്യാനം ചെയ്യേണ്ടത് പല ധ്യാനങ്ങൾ പല സ്ഥലത്തുനിന്നും പരിശീലിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർക്കുണ്ടായിട്ടുള്ള ജീവിതത്തിൽ പിന്നീടുണ്ടായിട്ടുള്ള ഇഫക്റ്റുകൾ അവർ തന്നെ ഒന്ന് വിലയിരുത്തണം. പല ആളുകൾക്കും ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ട്. പല ആളുകൾക്കും അതിനുശേഷം പല വ്യത്യസ്തമായ സുഖകരമല്ലാത്ത ഫീലിങ്ങുകൾ ഉണ്ടായിട്ടുണ്ട്. കുറേ ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഹീൽ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള പരിശീലനം വേറെ കുറേ നമ്മുടെ ഊർജ്ജ ശരീരത്തിലും എനർജി സെൻറ്റേഴ്സിലൊക്കെ കെട്ടിക്കിടക്കുന്ന മലിനോർജ്ജങ്ങളെ കളഞ്ഞതിന് ശേഷമാണ് അതൊക്കെ ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നുള്ളത് അറിയണം. അതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതല്ല. നമ്മുടെ ശരീരം നമ്മുടെ ഉള്ളിലുള്ള ഈ ശരീര വെളിച്ചം ആത്മാവ് താമസിക്കാനുള്ള ഇടമാണെന്നറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ശരീരം ശുദ്ധീകരിക്കേണ്ടതുണ്ട്. നാം സോളും നമ്മുടെ ആത്മാവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ധ്യാനം ചെയ്യുക. അപ്പോൾ ശരീരം വളരെ ശുദ്ധമായിരിക്കേണ്ടതുണ്ട്. എക്സസൈസ് ചെയ്യേണ്ടതുണ്ട്. എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് പ്രാണായാമം അറിയുന്നത് പരിശീലിക്കേണ്ടതുണ്ട്. പിന്നെയാണ് ധ്യാനം ചെയ്യേണ്ടത്. ധ്യാനം കഴിഞ്ഞിട്ടും എക്സസൈസ് ഒന്ന് വ്യായാമം ചെയ്യേണ്ടതുണ്ട്. പിന്നെ ധ്യാനം ചെയ്യുന്ന സമയത്ത് കാലുകൾ നിലത്ത്, കസേരയിലാണ് ഇരിക്കുന്നതെങ്കിൽ കാല് പതിച്ച് വെക്കണം, ക്രോസ് ചെയ്ത് വെക്കരുത്. നമുക്ക് മറ്റുള്ള പത്മാസനത്തിലോ സുഖാസനത്തിലോ വജ്രാസനത്തിലോ ഒക്കെ ഇരിക്കുമ്പോൾ ദാറ്റ്സ് ഓൾ റൈറ്റ്. നമുക്ക് കാലുകൾ ക്രോസ് ചെയ്യാതിരിക്കുക. ഇതൊരു ഡിഫൻസാണ്, എനർജി ഡിഫൻസാണ് നമ്മളിങ്ങനെ ലോക്ക് ചെയ്യുമ്പോൾ. അതിന് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് അങ്ങനെ. അപ്പോൾ കാല് ചെയറിലിരുന്ന് കാല് നിലത്ത് തറയിൽ വെച്ച് സ്പൈൻ മസ്റ്റ് ബി സ്ട്രെയിറ്റ്. നമ്മുടെ സ്പൈനൽ കോഡ് നേരെ ഇരിക്കേണ്ടതുണ്ട്. ശിരസ് നേരെ പിടിക്കേണ്ടതുണ്ട്. നാവ് ടിപ്പ് ഒന്ന് മുകളിൽ മുട്ടിക്കേണ്ടതുണ്ട്. ഇതാണ് ധ്യാനത്തിൽ ചെയ്യേണ്ട കെജരി മുദ്ര. കുറച്ച് ഹയർ, നമ്മളത് ബേസ് ധ്യാനമാണെങ്കിലും ബേസായിട്ട് നമ്മളെല്ലാ ധ്യാനത്തിനും മുന്നേ പരിശീലിക്കേണ്ട ധ്യാനമാണെങ്കിലും ഇതിനും ഇതിൻ്റേതായ ഒരു വേ ഓഫ് പവർ ഉണ്ട്. അതുകൊണ്ട് വളരെ ചിട്ടയായിട്ടുള്ള രീതികളുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. നാവ് മുകളിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ അത് കെജരി മുദ്ര എന്ന യോഗി മുദ്രയാണ്. ആ മുദ്ര ചെയ്യുമ്പോൾ നമ്മുടെ പിറ്റ്യൂട്ടറി പീനിയൽ ഗ്ലാൻഡുകളുമായിട്ട് അത് കണക്റ്റഡ് ആവും. നമ്മുടെ ഊർജ്ജപ്രകാശം വളരെ വിപുലീകരിക്കപ്പെടും. ധ്യാനം ചെയ്യുന്നത് വളരെ എഫക്റ്റീവ്ലി അതിന് റിസൾട്ട് ഉണ്ടാക്കും. നമ്മുടെ എവല്യൂഷന്, നമ്മുടെ പരിണാമത്തിന് അത് വളരെയധികം സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ ഗുരുവിൻ്റെയും ഗുരുപത്നിയുടെയും മുന്നിൽ ഞാൻ എൻ്റെ ശിരസ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാനിത് പറയാം. ഞാനിപ്പോൾ പറയാൻ പോകുന്ന അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ ധ്യാനങ്ങളുടെയും ഫൗണ്ടേഷനായി ചെയ്യേണ്ട ധ്യാനമാണ് പ്ലാനറ്ററി പീസ് മെഡിറ്റേഷൻ അഥവാ ഇരുഹൃദയ ധ്യാനം. ഏതാണ് രണ്ട് ഹൃദയങ്ങൾ? നമുക്ക് രണ്ട് ഹൃദയമില്ലല്ലോ, രണ്ട് പാർട്ടുണ്ട്. അതല്ല ഉദ്ദേശിച്ച് രണ്ട് ഹൃദയമായിട്ട് കാണുന്നു. ഒന്ന് നമ്മുടെ ഹൃദയമാണ്, ഫിസിക്കൽ ഹാർട്ടല്ല, ഹൃദയ ചക്രമാണ്. അനാഹത ചക്രം എന്നറിയപ്പെടുന്ന ഈ നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വൈറ്റൽ എനർജി സെൻറ്റർ ഉണ്ട്. നമ്മുടെ സ്നേഹകാരുണ്യങ്ങളൊക്കെ അവിടെ, അതാണ് നമ്മൾ കയ്യൊക്കെ ഇവിടെ ടച്ച് ചെയ്യുന്നത്. സ്നേഹം അറിയിക്കുമ്പോൾ കൈയോടെ ടച്ച് ചെയ്യുമ്പോൾ അറിയാതെ തന്നെ അവിടെയുള്ള എനർജി സെൻറ്റർ ആക്ടിവേറ്റ് ചെയ്യുന്നു. നമുക്ക് ദേഷ്യം വന്ന നേരത്തെ അവിടെ ഒന്ന് ടച്ച് ചെയ്താൽ അത് സൈലൻ്റ് ആവും, നമ്മുടെ ദേഷ്യം കുറയും. സങ്കടം ഉണ്ടാകുന്ന സമയത്ത്, സ്ട്രെസ്ഫുള്ളായിരിക്കുന്ന സമയത്ത്, ടെൻസ്ഡ് ആയിരിക്കുന്ന സമയത്ത് കൈ അവിടെ നിന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ ഒരു ഇഗ്നോറൻസ്, ഒരു പ്രൊട്ടക്റ്റഡ് ലവിങ് കൈൻഡ്നെസ്സോടെ ഓപ്പൺ ആവുകയും നമുക്ക് ഒരു പ്രതിരോധം ഉണ്ടാവുകയും ചെയ്യും.
വിശദമായിട്ട് നമുക്ക് ക്ലാസ്സിൽ നിന്ന് ഇതൊക്കെ കുറേ അതിൻ്റെ എങ്ങനെയാണ് അത് സംഭവിക്കാമെന്നൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുക. ഒരു സന്ദർഭത്തിൽ ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ അത് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ഞാൻ ധ്യാനത്തെക്കുറിച്ച് പറയാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഫിസിക്കൽ എക്സസൈസ് ചെയ്യണം, നല്ലപോലെ പ്രാണായാമം പരിശീലിക്കണം. അതിനുശേഷം ഒരു വൃത്തിയുള്ള ഒരു സ്ഥലത്തിരിക്കണം. കുളിച്ചതിന് ശേഷമായിരിക്കണം അതൊക്കെ. വൃത്തിയുള്ള സ്ഥലത്തിരിക്കണം. പ്രാണായാമങ്ങൾ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഒന്ന് പ്രെയർ ചെയ്യണം സർവേശ്വരനോട്. ഇനി ദൈവവിശ്വാസമില്ലാത്ത ആളുകൾക്ക് സർവേശ്വരനെ വിളിക്കണ്ട, ഈ യൂണിവേഴ്സിനെ വിളിച്ചാൽ മതി. ഈ പ്രപഞ്ചം നമുക്ക് നിലനിൽക്കാൻ, നമുക്ക് ഭക്ഷണം തരാനുള്ള ഭൂമി ദേവിയും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യത്യസ്തമായ സ്ഫിയറുകളുമുണ്ട്. ഈ പ്രപഞ്ചത്തെ തന്നെ, പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നമുക്ക് വേണ്ട ഊർജം പകർന്നു തരുന്നത് എന്താണോ ഏതാണോ അതിനെ പ്രാർത്ഥിക്കാം. ഓക്കെ, പ്രാർത്ഥിക്കാൻ മീൻസ് അതിനെ അവെയർ ആവുക. അതിന് നമുക്ക് എനർജി കിട്ടുന്നുണ്ടല്ലോ. നമ്മൾ ഓഷ്യൻ ഓഫ് എനർജിയിലാണല്ലോ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ഓഷ്യൻ ഓഫ് എനർജിയിൽ നിന്ന് സ്വീകരിച്ചെടുക്കുന്ന ഊർജം കൊണ്ട് നമ്മുടെ ഓരോ കാര്യങ്ങളും നാം ചെയ്യുന്നത് കൊണ്ട് തന്നെ ആദ്യം നമുക്കൊരു കാര്യം നാം പ്രകൃതിയുടെ, ഭൂമിയുടെ, അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ലെയറുകളുടെ, സ്ഫിയറുകളുടെ, അതിൻ്റെ ഏറ്റവും ഉന്നതമായി നിൽക്കുന്നതിനെല്ലാം കൺട്രോൾ ചെയ്യപ്പെടുന്നു എന്നറിയപ്പെടുന്ന സുപ്രീം കോൺഷ്യസ്നെസ്സിനെ നാം ഒന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം നമുക്ക് ചെയ്യാം, ഇവിടെ ഹാർട്ട് ചക്രയിലൊന്ന് ടാപ്പ് ചെയ്യാം. പതുക്കെ നമ്മുടെ നെഞ്ചിൻ്റെ ഇവിടെ കുഴി ഭാഗത്ത് നിന്ന് താഴേക്ക് വരുമ്പോൾ അവിടെ ഒരു ബോണ്, നമ്മളിങ്ങനെ തലോടി വരുമ്പോൾ അവിടെ ഒരു ബോണ് നിൽക്കുന്നത് നമുക്കറിയാം. ആ ബോണിൻ്റെ അവിടെയാണ് നമ്മുടെ ഹാർട്ട് ചക്ര. അതിൻ്റെ താഴെയാണ് ഈ ഹാർട്ട് ചക്ര നിലകൊള്ളുന്നത്. പല ആളുകൾ ഇവിടെയൊക്കെ വയ്ക്കാറുണ്ട്. ഇവിടെയല്ല, ഇത് ഈ ത്രോട്ടിൻ്റെ സെക്കൻഡറി ത്രോട്ട് മൈനർ എനർജി സെൻ്റർ ഉണ്ട്. അതിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഒരു ബോണുണ്ട്, അതിൻ്റെ താഴെയാണ് ഹാർട്ട് ചക്ര. അപ്പോൾ അവിടെ ജസ്റ്റ് ടാപ്പ് യുവർ ദാറ്റ് ഏരിയ വിത്ത് യുവർ ഹാൻഡ്. ദെൻ സ്മൈൽ, പുഞ്ചിരിച്ചിരിക്കുക. കാരണം നമുക്ക് പുഞ്ചിരി ഒരു വലിയ ഔഷധമാണ്. പുഞ്ചിരി നമ്മുടെ മുഖത്ത് മാത്രമല്ല, നാം ചിരിക്കുമ്പോൾ, ഇനി ചിരി ആ സമയത്ത് വന്നില്ലെങ്കിൽ, നമുക്ക് ചിരി വന്നില്ലെങ്കിലും ചിരിയുടെ റിയാക്ഷനെ കൂടെ ചിരിയിലേക്ക് നമ്മൾ കൺവെർട്ടഡ് ആയി പോകും എന്നുള്ളതാണ്. ചിരിക്കാനായിട്ട്, മനസ്സിലൊരു സന്തോഷം കൊണ്ടുവരാനായിട്ട് നമുക്കൊരു ഏതെങ്കിലും ഒരു സന്തോഷമുള്ള കാര്യം ജീവിതത്തിലുണ്ടായ കാര്യത്തെക്കുറിച്ച് ഓർക്കുക. നമുക്ക് വളരെ ഫണ്ണിയസ്റ്റായിട്ടോ സന്തോഷകരമായിട്ടോ സ്നേഹം കൊണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളോ, അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രത്യേക ഈവൻറ്റിൽ നമുക്കുണ്ടായ സന്തോഷത്തെക്കുറിച്ച് ഓർക്കുക. വളരെയധികം സന്തോഷത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ പറ്റിയാൽ അത് വളരെ മികച്ചതായിരിക്കും. അങ്ങനെ അത് പുഞ്ചിരിക്കുക. പുഞ്ചിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ വൈറ്റൽ എനർജി സെൻറ്റേഴ്സ്, നമ്മുടെ ശരീരത്തിലെ മർമ്മക്ഷേത്രങ്ങൾ, അക്യുപഞ്ചർ പോയിന്റുകൾ, അതുപോലെ നമ്മുടെ എനർജി സെൻറ്റേഴ്സായി നിൽക്കുന്ന എല്ലാ ചക്രകളും, മെറീഡിയനുകളും, കോശങ്ങളും ഒക്കെ പുഞ്ചിരിക്കാൻ തുടങ്ങും. നാം പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ കോശങ്ങളും പുഞ്ചിരിച്ചു തുടങ്ങും. ആ പുഞ്ചിരിയോടുകൂടി തന്നെ ധ്യാനം സ്റ്റാർട്ട് ചെയ്യുക. നാവ് മുകളിലേക്ക് മുട്ടിക്കണം. സ്പൈൻ മസ്റ്റ് ബി സ്ട്രെയിറ്റ് ആൻഡ് നെക്ക് മസ്റ്റ് ബി സ്ട്രെയിറ്റ്. ചിലപ്പോൾ താഴ്ന്നു വന്നാലും നേരെ പിടിക്കണം. നാവ് ടിപ്പ് മുകളിൽ മുട്ടിച്ച് പിടിക്കണം. ഓക്കെ, ഫൈൻ. Then you aware of your heart center or touch that center and bring your hands up and keep like this. ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയ ഭൂഗോളം, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അവിടെ ഗ്ലോബ് കണ്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു ഭൂമി, ഗ്ലോബല്ല, ഒരു ഭൂമിയെ സങ്കല്പിക്കുകയാണ്. അത് നമുക്ക് ആ ഗ്ലോബിനെ ഓർത്തുകൊണ്ട് അത് ഭൂമിയെ മുന്നിലായിട്ട് നമുക്ക് സങ്കല്പിക്കാം. ജസ്റ്റ് ഇമാജിൻ, ജസ്റ്റ് പിക്ചറൈസ് and bring your hands up and activate your palm center and smile. Inhale and exhale. Inhale and exhale. Inhale, deep abdominal breath ആണ് വേണ്ടത്, വയറിലേക്കാണ് ശ്വാസം എടുക്കേണ്ടത്. and exhale. പിന്നെ കൈകളിൽ കൂടെ ഒരു പ്രകാശം നമ്മുടെ കൈയിലേക്ക് ശ്രദ്ധിച്ചാൽ, നമ്മൾ സ്പർശിച്ച ഭാഗത്ത് ശ്രദ്ധിച്ചാൽ അതിൽ നിന്നും ധാരാളം ശക്തിയായിട്ടൊരു ഫോഴ്സ് കടന്നു വരുന്നത് നമുക്ക് സെൻസിറ്റീവായിട്ടുള്ള ആളുകൾക്കറിയാം. എനിവേ അതിൽ കൂടെ ശക്തി പ്രൊജക്റ്റ് ചെയ്യപ്പെടും. അവിടെ ആ ഭൂമിയിലേക്ക് ആ പ്രകാശം കടന്നു പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.
നമ്മളതിന് മാത്രം ശക്തിയുള്ള ആളുകളാണ്. നമുക്കത് തിരിച്ചറിയേണ്ടതുണ്ട്. ഈ പരിശീലനങ്ങളിൽ കൂടി നമുക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അവെയർ ഓഫ് യുവർ ഹാർട്ട് ചക്ര ആൻഡ് അവെയർ ഓഫ് യുവർ ഹാൻഡ് മൈനർ ചക്ര ആൻഡ് പ്രൊജക്റ്റ് ലവിങ് കൈൻഡ്നെസ്. അപ്പോൾ ഹൃദയത്തിൽ നിന്നും വരുന്ന ഊർജ്ജം എന്തായിരിക്കും? സ്നേഹോഷ്മളമായ വളരെ തിളങ്ങുന്ന ഒരു സ്നേഹത്തിൻ്റെ പിങ്ക് നിറത്തിലുള്ള ഒരു കളറാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്നും കൈകളിലേക്ക് വരിക. അത് നമ്മൾ ഭൂമിയിലേക്ക് പകർന്നു കൊടുക്കുക. നിങ്ങളെ കളറൊന്നും സങ്കല്പിക്കണമെന്നില്ല. നിങ്ങൾ അവിടേക്ക് ഭൂമിയിലേക്ക് എനർജി കൊടുക്കുകയാണ് എന്ന് മാത്രം മനസ്സിൽ വിചാരിച്ചാൽ മതി. ഹൃദയത്തിൽ നിന്നും കടന്നു വരുന്ന ഹൃദയത്തിലേക്ക് ഈ ഓഷൻ ഓഫ് എനർജി സ്വീകരിക്കുകയും അത് കൈകളിൽ കൂടെ പകർന്നു കൊടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, സർവേശ്വര എന്നെ ഒരു സമാധാനത്തിൻ്റെ ഉപകരണമായി, ഇടനിലക്കാരനായി തിരഞ്ഞെടുത്തതിന് അങ്ങയോട് ഞാൻ വളരെയധികം നന്ദിയുള്ളവനാണ്, അല്ലെങ്കിൽ നന്ദിയുള്ളവളാണ്. ഞാൻ സ്വീകരിച്ചെടുക്കുന്ന ഹൃദയത്തിൽ കൂടെ കടന്നു വരുന്ന സ്നേഹോഷ്മളമായ പ്രകാശം ഭൂമിയിലെ എല്ലാ ചരാചരങ്ങൾക്കും, നോട്ട് ഓൺലി ഹ്യൂമൻ ബീയിങ്സ്, ഓൾ ദ ബീയിങ്സ് ഇൻ ദ എൻറ്റയർ വേൾഡ്, എല്ലാവർക്കും സന്തോഷവും സമാധാനവും സ്നേഹം നിറയട്ടെ. ഭൂമി മുഴുവനും സ്നേഹത്താൽ നിറയട്ടെ. ഈ ഭൂമി മുഴുവനും നന്മയാൽ നിറയട്ടെ. ഭൂമി മുഴുവനും ഇരുട്ടകന്ന് തിന്മകളിൽ വിരാജിക്കുന്നത് നന്മകളിലേക്ക് മാറ്റം ചെയ്യട്ടെ. പ്രകാശം പരക്കട്ടെ. സമാധാനം നിറയട്ടെ. സമൃദ്ധി ഉണ്ടാകട്ടെ. എല്ലാവർക്കും നന്മയുടെ, സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, ഉദാരതയുടെ ഒക്കെ എനർജി ഉണ്ടാകട്ടെ. എല്ലാവർക്കും നല്ലത് ചെയ്യാൻ മാത്രം തോന്നലുകൾ ഉണ്ടാകട്ടെ. തിന്മകളിൽ നിന്നും നന്മകളിലേക്ക് പരിവർത്തനം ഉണ്ടാകട്ടെ. സ്നേഹകാരുണ്യങ്ങൾ ഉണ്ടാകട്ടെ. മുറിവേറ്റിടങ്ങളിലെ മുറിവുകൾ ഉണക്കപ്പെടട്ടെ. പലതരത്തിലുള്ള മുറിവുകളാണ്. മാനസികമായിട്ടുള്ള മുറിവുകൾ, ശാരീരികമായിട്ട് എല്ലാം ഉണങ്ങട്ടെ. വേർ ദർ ഈസ് ഹേട്രഡ് ലെറ്റ് മീ സോ ലവ്. എനിക്ക് ഇവിടെ സ്നേഹം വിതയ്ക്കാനായിട്ട് എന്നെ അനുവദിക്കൂ എന്നാണ് പറയുന്നത്. ധാരാളം സ്നേഹത്തിൻ്റെ ഊർജം പകർന്നു കൊടുക്കുക. സ്നേഹോഷ്മളമായ പ്രകാശം കൈകളിൽ കൂടെ ഭൂമിയിലേക്ക് കടന്നു പോകുന്നത് ഫീൽ ചെയ്തുകൊണ്ട് കൊടുക്കുക. എല്ലാവരുടെയും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും തർക്കങ്ങളും പിണക്കങ്ങളും വൈരാഗ്യങ്ങളും ശത്രുതയും ഒക്കെ തീരട്ടെ. ഭൂമിയിലെ സർവ്വചരാചരങ്ങൾക്കും സന്തോഷവും സ്നേഹവും സമാധാനവും ഉണ്ടാകട്ടെ. അത് പ്രാർത്ഥിച്ചുകൊണ്ട് നാവ് വീണ്ടും ശ്രദ്ധിക്കാം. നാവ് മടക്കി വെച്ചുകൊണ്ട് നമ്മൾ ആ എനർജി പോകുന്നതും പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളത് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊരു 3 മിനിറ്റ്സ് അങ്ങനെ ഇരിക്കുക. ഞാനിത് ആ 3 മിനിറ്റ് എങ്ങനെ ഇരിക്കുമ്പോൾ അത്രയും സമയം നീണ്ടു പോകുന്നതുകൊണ്ട് ഞാൻ 3 മിനിറ്റ് എന്ന് പറയുകയാണ്. ഒരു ആവറേജ് 3 മിനിറ്റ്. ദെൻ അവെയർ ഓഫ് യുവർ, കൈ അങ്ങനെ തന്നെ ഇരുന്നിട്ട് അവെയർ ഓഫ് യുവർ ക്രൗൺ ചക്ര, ക്രൗൺ സെൻറ്റർ, സഹസ്രാര പൽപ്പം ചക്ര. ഇതിൽ കൂടെ ധാരാളം ഈശ്വരീയമായ പ്രകാശം കടന്നു വരും. നിങ്ങൾ അവിടേക്കൊന്ന് ശ്രദ്ധിച്ചാൽ അവിടെ നിങ്ങൾക്കൊരു മൂവ്മെൻ്റ് അനുഭവപ്പെടും. പഠിച്ച ആളുകൾക്ക് എന്താ അറിയാം, ഇത് പഠിക്കാത്ത ആളുകൾക്ക് വേണ്ടിയാണ് പറയുന്നത്. അവിടെ ഈശ്വരീയമായ പ്രകാശം നമ്മിലേക്ക് കടന്നു വരുന്നു. പിതാവും പുത്രനെയും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു നാട് അവിടെയുണ്ട്. നമ്മൾ ഇന്ത്യയിൽ അതിനെ അന്ധകരണ എന്നാണ് പറയുക. അന്ധകരണം, ജീവനിലേക്ക്, ഈശ്വരനിൽ നിന്നും നമ്മിലേക്ക് ബന്ധപ്പെടുന്ന ഒരു നാട് എന്നുള്ള അർത്ഥമാണ് അതിൻ്റെ. ചൈനക്കാരതിന് ഹെവൻലി കീ, ജപ്പാൻകാരതിന് ഹെവൻലി കീ, പൊളിനേഷ്യക്കാർ അതിന് ഹെവൻലി ന്യൂമ, മാന, ലെമൻസ് ക്രാഫ്റ്റ്. ഓരോ രാജ്യങ്ങളിലും വ്യത്യസ്ത രീതികളിലാണ് അതിനെ അറിയപ്പെടുന്നത്. ഹെവൻലി, ഈശ്വരീയമായ ഊർജം കടന്നു വരുന്നതിനെ സ്വീകരിച്ച് കൈകളിൽ കൂടെ പുഞ്ചിരിയോടുകൂടി വീണ്ടും ഭൂമിയിലേക്ക് ആ പ്രകാശത്തെ പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കുക. എന്നിട്ട് വീണ്ടും അത് തന്നെ പ്രാർത്ഥിക്കുക. സർവേശ്വര, ലോകം മുഴുവനും സമാധാനവും സന്തോഷവും സമാധാനവും സ്നേഹകാരുണ്യങ്ങളും ഉണ്ടാകട്ടെ. ലോകം മുഴുവനും അഭിവൃദ്ധി ഉണ്ടാകട്ടെ. എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും മാനുഷികമായിട്ടുള്ളതും എല്ലാ ജീവജാലങ്ങൾക്കും
അവരവരുടെ പ്രതിസന്ധികൾ തീരുന്നതിന് ഈ പ്രകാശം ശക്തമായി എന്നിൽ കൂടെ കടന്നു വരട്ടെ. അങ്ങയുടെ ഈശ്വരീയതയിൽ നിന്നും വരുന്ന അങ്ങയുടെ സ്നേഹോഷ്മളമായ ഹൃദയത്തിൽ നിന്നും വരുന്ന നിറഞ്ഞ സ്നേഹോഷ്മളമായ പ്രകാശം എൻ്റെ കൈകളിൽ കൂടെ എന്നെ ഒരു ഇടനിലക്കാരനായി നിലനിർത്തിക്കൊണ്ട് കൈകളിൽ കൂടെ ഭൂമിയിലേക്ക് പകർന്നു കൊടുക്കാൻ എന്നെ അനുഗ്രഹിക്കണേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നാം ആ ഊർജത്തെ കൈകളിൽ കൂടെ പകർന്നു കൊടുക്കണം. ഈശ്വരീയമായ ഊർജ്ജം നമ്മിൽ കൂടെ നിറഞ്ഞ് കവിഞ്ഞൊരു സുവർണ്ണ പ്രകാശം പോലെ അത് ഭൂമിയിലേക്ക് കടന്നു വന്ന് ഭൂമിയിൽ എവിടെയൊക്കെ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടോ, വിഷമങ്ങളുണ്ടോ, പ്രാരാബ്ദങ്ങളുണ്ടോ, മുറിവുകളുണ്ടോ, വേദനകളുണ്ടോ, പരസ്പരം വിരുദ്ധമായി നിൽക്കുന്നവരുണ്ടോ, പരസ്പരം യുദ്ധങ്ങളിലേക്ക് ഏർപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളുടെ യുദ്ധങ്ങൾ നിൽക്കാനും ഒക്കെ അവനവന് നമുക്ക് ചെയ്യാവുന്നതൊക്കെ ചെറിയ ഈ കാര്യങ്ങളിൽ കൂടെ വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ ഇടവരട്ടെ എന്നുള്ള ഓർമ്മയിൽ നാം എന്തൊക്കെ പ്രശ്നങ്ങൾ ഭൂമിയിൽ നടക്കുന്നുണ്ടോ, ആളുകൾ തമ്മിലുള്ള വഴക്ക്, സമൂഹങ്ങൾ തമ്മിലുള്ള വഴക്ക്, ദൈവത്തിനെ ഒന്നായി കാണാതെ പല വ്യത്യസ്തമായ ദൈവങ്ങളെ കാണുകയും പല മതങ്ങൾക്കടിപ്പെട്ട് അന്ധതയിൽപ്പെട്ട് പരസ്പരം വൈരുദ്ധ്യങ്ങളുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ മാറി എല്ലാവരും ഒരു ഈശ്വരീയ ചൈതന്യത്തിൻ്റെ പ്രകാശം തന്നെയാണ് എന്നുള്ള ബോധം എല്ലാവരിലും ഉണ്ടാകട്ടെ. സർവേശ്വര, അങ്ങയുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന ഈ പ്രകാശ ഊർജം ഭൂമി മുഴുവനും പരക്കട്ടെ. എല്ലാ മനുഷ്യർക്കും, അന്ധതയിലിരിക്കുന്നവർ പ്രകാശത്തിലേക്കും അറിവുകളിലേക്കും വിസ്ഡത്തിലേക്കും തിരിച്ചറിവുകളിലേക്കും എത്തിപ്പെടട്ടെ. സർവേശ്വര, അങ്ങയുടെ ഹൃദയത്തിൽ നിന്നും കടന്നു വന്നുകൊണ്ടിരിക്കുന്ന അതിമഹത്തായ അതിശക്തമായ പ്രകാശം എൻ്റെ ക്രൗണിൽ കൂടെ കടന്നു വരുന്നത് എൻ്റെ കൈത്തലങ്ങളിൽ കൂടി കടന്ന് ഭൂമിയിലേക്ക് കടന്നു ചെല്ലട്ടെ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. എന്നിട്ട് അത് ഫീൽ ചെയ്യുക. നമ്മുടെ കൈകളിൽ കൂടെ ഭൂമിയിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് നടുനിവർന്നിരുന്നുകൊണ്ട് നാവ് വീണ്ടും മടക്കി വയ്ക്കണം. ഒരു 3 മിനിറ്റ് ആവറേജ് അങ്ങനെ തന്നെ ഇരിക്കുക. ക്രൗണിൽ നിന്ന് സ്വീകരിച്ചു, ആദ്യം ഹാർട്ടിൽ നിന്ന് സ്വീകരിച്ചു കൊടുത്തു, പിന്നെ ക്രൗണിൽ നിന്ന് സ്വീകരിച്ചു കൊടുത്തു. നമ്മൾ ബ്ലെസ് ചെയ്യുകയാണ്. ഹാൻഡ് മൈനർ ചക്രയിൽ കൂടെ നമ്മൾ ഭൂമിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. Then after 3 or 4 minutes, aware of your heart center and your crown center. Then again start to project the energy through the hand minor chakra, from the crown chakra, divine source, and from the physical. നമ്മുടെ സ്നേഹ കാരുണ്യങ്ങളെ രണ്ടിടങ്ങളിൽ കൂടെയും പകർന്നു കൊടുത്തുകൊണ്ട് ഭൂമിയെ വീണ്ടും അനുഗ്രഹിക്കണം. സർവേശ്വര, ഈ ഭൂമിയിലെ സർവചരാചരങ്ങൾക്കും ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹകാരുണ്യത്തിൻ്റെയും നിറവുണ്ടാകട്ടെ. എല്ലാ പ്രതിസന്ധികളും ഭൂമിയിൽ നിന്ന് മാറ്റം ചെയ്യപ്പെടട്ടെ. തിന്മകളിൽ ജീവിക്കുന്നവർക്ക് അറിവില്ലായ്മയാണെന്നും ആ അറിവില്ലായ്മയിലേക്ക് അറിവ് കടന്നു ചെന്ന് ആ തിന്മകളിൽ നിന്ന് മാറി നന്മകളിലേക്ക് എത്താനായിട്ട് അവരെ അനുഗ്രഹിക്കാനായിട്ട് കൂടെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുക. അവർക്ക് വേണ്ട ആ വിസ്ഡം ഉണ്ടാക്കി കൊടുത്ത് അവരുടെ ജീവിതത്തിന് സമാധാനവും നന്മകൾ ചെയ്യാനുമുള്ള ശക്തി ഉണ്ടാകട്ടെ. ഈ ഭൂമിയിലെ സർവ്വചരാചരങ്ങൾക്കും നന്മയുണ്ടാകട്ടെ. അവരവരുടെ ജീവിതം വളരെ മികച്ചതായി തീരട്ടെ. വളരെ ഉന്നത തലത്തിലേക്ക് അത് ഉയർത്തപ്പെടട്ടെ. അതുപോലെ തന്നെ നമ്മൾ ഈ വിസിബിളായിട്ടുള്ള ബീയിങ്ങുകളല്ലാതെ ഇൻവിസിബിൾ ബീയിങ്ങുകൾ നമുക്ക് ചുറ്റും ഉണ്ട്. ഈ പ്രകൃതിയിൽ നമുക്ക് വേണ്ട ഊർജാവസ്ഥ ഡിഫറെൻറ്റ് പ്ലെയിനിൽ, ഡിഫറെൻറ്റ് ലെയറിൽ, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എനർജി ബീയിങ്സ് ആർ ദർ. വ്യത്യസ്ത മതങ്ങളിൽ തന്നെ വ്യത്യസ്ത രീതികളുണ്ട്. മാലാഖമാർ എന്ന് വിളിക്കും, എനർജി ബീയിങ്ങുകൾ എന്ന് വിളിക്കും, പ്രകാശത്തിൻ്റെ ബിന്ദുക്കൾ എന്ന് വിളിക്കും, മലുക്കുകൾ എന്ന് വിളിക്കും. അങ്ങനെ ഒട്ടനവധി ഓരോ റിലീജിയസ് ആയിട്ട് അതിനെ വിളിക്കുന്നുണ്ട്. അത് ഇൻവിസിബിളാണ്. അവർക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ, ഏത് ലോകത്തും അതിൻ്റേതായ ചെറിയ വിഷമങ്ങൾ ഉണ്ടാവുമല്ലോ. മനുഷ്യനും മൃഗലോകത്തും സസ്യലോകങ്ങളിലും മാത്രമല്ല, ഇൻവിസിബിളായിട്ട് നിൽക്കുന്നിടത്തും അവരുടേതായ ആ കാലഘട്ടത്തിൻ്റെ അവരുടെ രീതികളിലൊക്കെ ചില കുറവുകളുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ എന്തെങ്കിലും അപജയങ്ങളുണ്ടെങ്കിൽ, കുറവുകളുണ്ട്, അതും കൂടെ നികത്തപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്നിട്ട് സന്തോഷത്തോടുകൂടി പുഞ്ചിരിയോടുകൂടി ആ പ്രകാശം ഭൂമിയിലെ സർവ്വചരാചരങ്ങൾക്കും വിസിബിളായിട്ടുള്ളതും ഇൻവിസിബിളായിട്ടുള്ളതും നിൽക്കുന്ന എല്ലാ ബീയിങ്ങുകൾക്കും പ്രകാശം നിറയാനായിട്ട് പ്രാർത്ഥിക്കുക. സർവേശ്വര, എന്നെ
ഒരു സമാധാനത്തിൻ്റെ ഉപകരണമാക്കിയതിന് ഞാൻ അങ്ങയോട് എന്നുമെന്നും സ്നേഹത്താലും ബഹുമാനത്താലും നന്ദിയാലും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. വീണ്ടും വീണ്ടും ആ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഭൂമിയിലേക്ക്. ഒരു 3-4-5 മിനിറ്റ്സ് അങ്ങനെ വളരെ പുഞ്ചിരിയോടുകൂടി സന്തോഷത്തോടുകൂടി നാം അനുവദിക്കുക ഊർജത്തെ. ഈശ്വരീയമായ ഊർജവും മാനുഷികമായ നന്മയുടെ സ്നേഹോഷ്ണമായ ഊർജവും കൈകളിൽ കൂടെ പകർന്നു കൊടുത്തുകൊണ്ട് ഭൂമിയെ അനുഗ്രഹിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുക. നാവ് മടക്കി വയ്ക്കണം. നോർമൽ ബ്രീത്തിങ്, ഡു നോട്ട് കൺട്രോൾ യുവർ ബ്രീത്ത് ആൻഡ് നോർമൽ ബ്രീത്തിങ് അത് സംഭവിക്കട്ടെ. അങ്ങനെ ഒരു 3-4 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം കൈകൾ താഴെ വയ്ക്കുക, മടിയിൽ വയ്ക്കുക. എന്നിട്ട് ശിരസിൻ്റെ 3 ഇഞ്ച് മുകളിലായിട്ടൊരു പ്രകാശ ബിന്ദു, ഒരു നക്ഷത്രം നിൽക്കുന്നത് അകക്കണ്ണുകൊണ്ട് കാണാനായിട്ട് ശ്രമിക്കുക. നാവ് മടക്കി വെച്ച് അവിടെ ശ്രദ്ധിക്കുമ്പോൾ ഒരു പ്രകാശം 3.5 ഇഞ്ച് മുകളിലൊരു പ്രകാശം നിൽക്കുന്നത് കാണാം. ഇനി കണ്ടില്ലെങ്കിൽ അവിടെ സങ്കല്പിക്കുക, അവിടെ ഉണ്ട്. അത് നമുക്ക് ചിലപ്പോൾ തുടക്കത്തിൽ അത് കാണാൻ സാധിച്ചില്ലെങ്കിൽ വിഷമിക്കരുത്. നിങ്ങളവിടെ 3.5 ഇഞ്ച് മുകളിൽ അവിടെ ഒരു പ്രകാശം നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അതിനോട് പുഞ്ചിരിക്കുക, പ്രകാശത്തിനോട്. എന്നിട്ട് നമ്മളൊരു മന്ത്രം ചാൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മന്ത്രം ചാൻറ്റ് ചെയ്യുക. ഇവിടെ മതങ്ങൾക്കൊക്കെ അതീതമാണ് ഈ വക പരിശീലനങ്ങൾ. മിക്ക ആളുകളും ധരിച്ചു വെച്ചുള്ള ഓം എന്ന് പറഞ്ഞാൽ അത് ഹിന്ദു മതത്തിൻ്റെ, അങ്ങനെയല്ല. അതൊരു പ്രണവമാണ്, പ്രപഞ്ചത്തിൻ്റെ ശബ്ദമാണ്. ആ എ യു എം, ഈ ശബ്ദത്തിൻ്റെ ഒരു മുഴക്കമാണത്. അതുകൊണ്ട് ഓരോ മതങ്ങളിലും അതിനെ വ്യത്യസ്ത തലങ്ങളിലാണ് അവർ ഉച്ചരിക്കുന്നത്. ഓരോ രാജ്യത്തെ ഓരോ പ്രൊനൗൺസിയേഷൻസ്, അവരുടെ ശബ്ദത്തിൻ്റെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഈസിനെസ് കൊണ്ട് അവർ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതാണ് അതിൻ്റെ ആക്ച്വലി. ഇനി മറ്റു രീതിയിൽ നമുക്ക് ചാൻറ്റ് ചെയ്യാം. ഒക്കെ ആ പ്രണവത്തിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങളിൽ ആ പ്രൊനൗൺസ് ചെയ്യുന്നതിൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒക്കെ സെയിം തന്നെയാണ്. അതുപോലെ അവരവർക്ക് ഇഷ്ടപ്പെട്ട ഏത് മന്ത്രമാണ് അവർക്ക് സ്യൂട്ടബിൾ, അവർക്ക് സംതൃപ്തി തരുന്ന ആ മന്ത്രം ചാൻറ്റ് ചെയ്യുക. ഇതന്നെ ശ്രദ്ധിക്കേണ്ടത്. ഒരു മന്ത്രം ചാൻറ്റ് ചെയ്തതിന് ശേഷം അടുത്ത മന്ത്രത്തിലേക്ക് പോകുന്നതിൻ്റെ ഇടവേളകളിൽ നിങ്ങളൊന്ന് വാച്ച് ചെയ്താൽ, ശ്രദ്ധിച്ചാൽ അവിടെ വളരെ അമൂല്യമായ, വളരെ സന്തോഷം തരുന്നൊരു ശാന്തത നമുക്ക് അനുഭവപ്പെടും. ദർ ഇസ് എ സ്റ്റിൽനെസ്, പവർഫുൾ സ്റ്റിൽനെസ് ദാറ്റ് ഈസ് കെയിം ഫ്രം ദ ഡിവൈനിറ്റി. ഈശ്വരീയത എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദമോ രൂപമോ ഭാവമോ നിറങ്ങളോ ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. ആ നമ്മിലുള്ള ഈശ്വരീയമായ അവസ്ഥയെയാണ് നമുക്ക് ആ സ്റ്റിൽനെസ്സിൽ കൂടെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ഒരു മന്ത്രം ചൊല്ലിക്കഴിഞ്ഞ് ഓ
ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഒരു സെക്കൻഡ് ഉള്ളിൽ ചാൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഒച്ചയിൽ ശബ്ദത്തിൽ വേണ്ട. അപ്പം നാവ് മടക്കി വെച്ചിട്ട് വേണമല്ലോ ചാൻറ്റ് ചെയ്യാനായിട്ട്. അത് നമുക്ക് ഒച്ചയിൽ വേണ്ട, ശാന്തമായിട്ട് നമുക്ക് ചാൻറ്റ് ചെയ്താൽ മതി. ഉള്ളിൽ ഇന്നർ സൈഡിൽ ആ മന്ത്രം ജ്വലിച്ച് നിന്നാൽ മതി. ഒരു മന്ത്രം ചാൻറ്റ് ചെയ്ത് അടുത്ത മന്ത്രത്തിലേക്ക് പോകുന്നതിന് ജസ്റ്റ് ഇൻ ബിറ്റ്വീൻ ദർ ഇസ് എ ഗ്യാപ്പ്, ദർ ഇസ് എ സൈലൻസ്, ദർ ഇസ് എ പവർഫുൾ സ്റ്റിൽനെസ് ഇസ് ദർ. അത് ഗ്രാജ്വലി നിങ്ങൾക്ക് കൂടി വരിക. ശാന്തത വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന വളരെ അമൂല്യമായ ഒരു ശാന്തത അനുഭവപ്പെടും. നമ്മിലുള്ള ഈശ്വരീയ ചൈതന്യത്തിൻ്റെ ശാന്തത. There is a bigger silence. There is some kind of bliss. Enjoy that bliss. Enjoy that silence. Then next mantra. Enjoy that silence. There is a silence, there is a stillness, nothingness, infinite silence. There is a silence. There is an inner silence, a divine peace, divine intelligence, divine love, and everything is within. There is a silence. There is a stillness. There is a calmness. There is a divine light. There is a divine love, divine intelligence, and divine power within. വീണ്ടും നട്ടിലൊക്കെ ഒന്ന് നിർത്തിയിരിക്കുക. നാവ് മടക്കി വെച്ച് വേണം ചെയ്യാനായിട്ട്, കണ്ണുകൾ അടച്ചു വെച്ച് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ ഇതൊരു 12 to 14 കൗണ്ട്. അത് അതിന് കൃത്യമായ കൗണ്ടൊക്കെ ഉണ്ടെങ്കിലും ആ കൗണ്ടിൽ നമ്മൾ ഫോക്കസ് ചെയ്ത ധ്യാനം അതിലേക്ക് ഡൈവേർട്ട് ആവരുത്. അതുകൊണ്ട് ഒരു 12 തവണ മനസ്സിൽ വിചാരിക്കുക. അതിൻ്റെ ബിറ്റ്വീൻ ഗ്യാപ്പ് സൈലൻസ് എൻജോയ് ചെയ്യുക. അത് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയതുകൊണ്ടൊന്നും പ്രശ്നമില്ല. നമ്മൾ അത് കൃത്യമായി ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അവസാനം അത് ചാൻറ്റിങ് കഴിഞ്ഞ് 12 14 തവണ ചെയ്ത് കഴിഞ്ഞ് നിറഞ്ഞ ശാന്തത നമുക്ക് അനുഭവപ്പെടുക സമയത്ത്, പ്രത്യേകിച്ച് പരിശീലനം കൂടി വരുന്തോറും അത് ശരിയായി കൂടുതൽ മികച്ചതായി വരുന്നത് കാണാം. ആ സമയത്ത് കുറച്ച് നേരം ഒരു 3-4-5 മിനിറ്റ് ആ സമയത്ത് ആ ശാന്തതയിലിരിക്കുക. Then bring your, after 5 minutes or 4 or 5 minutes, after bring your hand in front of you, again visualize there is a earth in front of you. ഭൂമി മുന്നിലായിട്ട് നിൽക്കുന്ന സങ്കല്പിക്കുക. എന്നിട്ട് കൈകളിൽ കൂടെ നമ്മിലേക്ക് കടന്നു വന്ന ശക്തിയായ മഹനീയമായ ഊർജങ്ങൾ നമ്മുടെ ചക്രകളിൽ കൂടെയും നമ്മുടെ എനർജി ബോഡിയിൽ കൂടെയും ഒക്കെ കടന്നു വന്ന് നിറഞ്ഞിരിക്കുന്ന അധികരിച്ചിരിക്കുന്ന ഊർജത്തെ വീണ്ടും ഭൂമിയിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. സർവേശ്വര, എനിക്കാവശ്യമുള്ള ഊർജം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അധികമായി എന്നിൽ നിൽക്കുന്നത് ഭൂമിയിലേക്ക് പകർന്നു കൊടുക്കണം.
ഞാനിതാ പകർന്നു കൊടുക്കുന്നു ഭൂമിയിലേക്ക്. അങ്ങനെ കൈകളിൽ കൂടെ ആ ഫോഴ്സ് ഭൂമിയിലേക്ക് പോകുന്നതും പുഞ്ചിരിച്ചുകൊണ്ട് ഭൂമി മുഴുവൻ പ്രകാശിക്കുന്നതും സങ്കല്പിക്കുക. ഭൂമിയിലെ സർവ്വചരാചരങ്ങളും സന്തോഷിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. എല്ലാ പ്രതിസന്ധികളും തീർന്നതായിട്ട്, അതിനുവേണ്ടി കൂടുതലായിട്ട് നമ്മൾ അഡീഷണലായി നമുക്ക് വന്നു ചേർന്ന ഊർജ്ജത്തെയും കൂടി നമ്മൾ പ്രകാശത്തെ നമ്മൾ പകർന്നു കൊടുത്തുകൊണ്ട് ഒരു 3 മിനിറ്റ്സ് വീണ്ടും ഇരിക്കുക. അതിനുശേഷം അവരവരെ വീടുകളെക്കുറിച്ച് ഓർക്കുക, അവരവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർക്കുക, ബന്ധുജനങ്ങളെക്കുറിച്ച് ഓർക്കുക, അച്ഛനമ്മമാരെക്കുറിച്ച് ഓർക്കുക, ബന്ധുജനങ്ങളെ, ചുറ്റുഭാഗത്തുള്ളവരെ, ആ പ്രദേശത്തുള്ളവരെ, അവിടെ രോഗികളായിട്ടിരിക്കുന്ന ആളുകളെ, മറ്റു പല പ്രശ്നങ്ങളും അലട്ടുന്നവരെ, അറിയുന്നവർക്കൊക്കെയുള്ള പ്രതിസന്ധികളെ മാറ്റാനായിട്ട് അത് കൊടുക്കുക. ഈവൺ നമ്മുടെ എനിമി, ശത്രുവിന് പോലും കൊടുക്കുക. ആ ശത്രുത അവിടെ ഇല്ലാതാവട്ടെ. നാം അവരോട് നേരിട്ട് ശത്രുത ഇല്ല എന്ന് പറയല്ല, നമ്മൾ എനർജറ്റിക്കലി ആ ഒരു ഡിവൈൻ കണക്ഷനോട് കൂടിയിട്ട് ആ ശത്രുവിനും നല്ലത് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ദ്രോഹം ചെയ്ത ആളുകളായിരിക്കും, പക്ഷെ മറിച്ച് ആക്സെപ്റ്റ് വാട്ട് ദേ ആർ. അവർക്ക് ആ അറിവില്ലാത്തത് കൊണ്ടാണ് അത് ചെയ്തതെന്നും അവരറിയാതെ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് ഊർജ്ജത്തെ കൊടുക്കുക, അവർക്ക് നന്മകളിൽ വിരാജിക്കാനുള്ള ഭാഗ്യമുണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുക. ഒരു പുഞ്ചിരിയോടുകൂടി അനുഗ്രഹിക്കുക. Then bring down your hand on the lap and keep your hands outside. നമ്മുടെ നട്ടെല്ലിൻ്റെ താഴെ ഭാഗത്ത്, ടെയിൽ ബോണിൻ്റെ അവിടെ നിന്നും പുറപ്പെടുന്ന ഒരു പ്രകാശം ഈ നിറഞ്ഞ നമ്മിലേക്ക് ഈ ശരീരമായ ഊർജ്ജം വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ നേരത്ത് ധ്യാനം ചെയ്ത സമയമാണല്ലോ. ആ മൂലാധാരത്തിൽ കൂടെ ശക്തിയായിട്ടുള്ള പ്രകാശം കടന്നു പോകുന്നത് വിഭാവനം ചെയ്യുക. കാലുകളുടെ അടിയിൽ കൂടെ ശക്തിയായിട്ടുള്ള പ്രകാശം കടന്നു പോകുന്നത് വിഭാവനം ചെയ്യുക. അത് ഭൂമിയിലേക്ക് താഴേക്ക് 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 കടന്നു പോകട്ടെ. അത് സ്പ്രെഡ് ചെയ്യട്ടെ, ഭൂമി മുഴുവനും അത് സ്പ്രെഡ് ചെയ്യട്ടെ. നട്ടെല്ലിൻ്റെ താഴെ ഭാഗത്ത് നിന്നും, മൂലാധാര ചക്രയിൽ നിന്നും, കാലുകളുടെ അടിയിലുള്ള സോൾ മൈനർ ചക്രയിൽ നിന്നും, കൈകളിൽ നിന്നും ശക്തമായ പ്രകാശം ഭൂമിയിലേക്ക് കടന്നു ചെല്ലട്ടെ. ഭൂമിയിലേക്ക് കടന്നു ചെല്ലുന്ന വെളുത്ത പ്രകാശം 10.5 അടിയോളം, 10.5 or 3 meters, 10 feet, 3 കുറച്ചുള്ളിലേക്ക് താഴേക്ക് പോകട്ടെ. എന്നിട്ട് അത് ഭൂമിയിൽ വേരുകളായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത് വിഭാവനം ചെയ്യുക. മനസ്സിൽ സങ്കല്പിക്കുക, ആ പ്രകാശം ഭൂമി മുഴുവനും വേരുകളായിട്ട് നിറഞ്ഞു നിൽക്കട്ടെ. എന്നിട്ട് മനസ്സിൽ പറയാം, ഐ ആം റൂട്ടഡ്, ഐ ആം കണക്റ്റഡ് വിത്ത് മദർ എർത്ത്, ഐ ആം ബ്ലെസ്ഡ് ബൈ മദർ എർത്ത്. നാം ഭൂമിക്ക് വേണ്ടി ശക്തി കൊടുക്കുകയാണ്. ആ സമയത്ത് നമ്മെപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുന്ന ദേവിക്ക്, ഭൂമി ദേവിക്ക്, ഈ പ്ലാനറ്റ് എർത്തിന് നാം എനർജി കൊടുക്കുകയാണ്. ധ്യാനത്തിൽ നിന്നും സംഭരിച്ച നമുക്ക് അധികമായി നിൽക്കുന്ന പ്രകാശത്തെ ഭൂമിയിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. ഭൂമി മുഴുവനും എവിടെയൊക്കെ ഭൂമിക്ക് കുറവുകളുണ്ടോ, എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ, അവിടേക്ക് ഈ ശക്തിയെ പകർന്നു കൊടുക്കുക. ഭൂമി മുഴുവൻ അത് വേരുകളായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത് സങ്കല്പിക്കുക. ഐ ആം റൂട്ടഡ്, ഞാനിതാ ഭൂമാതാവുമായി സുദൃഢമായ ബന്ധത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഞാൻ ഭൂമിയുമായി കൂടുതൽ കൂടുതൽ ബന്ധത്തിലേക്ക് എത്തിയിരിക്കുന്നു. സോ ബി ഇറ്റ്, സോ ബി ഇറ്റ്, സോ ബി ഇറ്റ്. അതൊരു 3-4-5 മിനിറ്റ്സ് അങ്ങനെ ഇരിക്കുക. ആ റൂട്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ഭൂമിയായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടെങ്കിലാണ് നമ്മുടെ മെറ്റീരിയൽ ഹെൽത്ത്, വെൽത്ത് ഒക്കെ നന്നായിട്ട് വരിക. ഭൂമിയിൽ നിന്നാണല്ലോ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നത്, ആരോഗ്യമുണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഈശ്വരീയമായ ബന്ധം അവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ക്രൗൺ ഡിവൈനിറ്റിയിലേക്ക്, ഹൃദയവും ക്രൗണും ഓപ്പൺ ആയതുകൊണ്ട് ഡിവൈനിറ്റിയിലേക്ക് നമ്മൾ വളരെയധികം അപ്പർ റൂട്ടിങ് ആൻഡ് ലോവർ റൂട്ടിങ് ഈസ് ദർ. നമ്മൾ ഭൂമിയുമായിട്ട് അടുത്ത ബന്ധം, മെറ്റീരിയൽ ലൈഫുമായിട്ട് നല്ല ശക്തമായ ബന്ധം സ്ഥാപിക്കുന്നു. അതിനു മുമ്പായിട്ട് നമ്മൾ ഈശ്വരീയമായ ബന്ധവും പ്രബലപ്പെടുന്നു. അപ്പോൾ 2 സ്ഥലങ്ങളുമായിട്ട് നാം ബന്ധപ്പെടുന്നു. നമ്മുടെ ജീവിതം, ഈ ഭൗതിക ജീവിതം, നമ്മുടെ ജീവനുള്ള കാലം വരെ നമുക്ക് ഏറ്റവും ശക്തനായി, ഏറ്റവും മികച്ച ഒരാളായി ഈ ഭൂമിയിൽ ജീവിക്കാനുള്ളൊരവസരം ഈ ധ്യാനം കൊണ്ടുണ്ടാകട്ടെ. എല്ലാവർക്കും എൻ്റെ നമസ്തേ, നമസ്കാരം, സ്നേഹം. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, സർവേശ്വര
എനിക്ക് ഈ ധ്യാനം വ്യക്തമായും കൃത്യമായും ചെയ്യാൻ എന്നെ സഹായിച്ചതിന് നന്ദി. എല്ലാ ഗുരു പരമ്പരകളോടും നന്ദി. ഞാനിത് നിത്യം എനിക്ക് പരിശീലിക്കാനായിട്ടുള്ള തോന്നലുകൾ ഉണ്ടാവണേ. എനിക്കിത് കൃത്യമായി പരിശീലിച്ച് എൻ്റെ ജീവിതത്തെ വളരെ മികച്ച ഒരു തലത്തിലേക്ക് എത്തിക്കാൻ എന്നെ അനുഗ്രഹിക്കണേ സർവേശ്വര. ഞാൻ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. എനിക്ക് നിത്യമായി പരിശീലിക്കാം. ഞാനിതിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് നല്ലപോലെ വ്യായാമം ചെയ്ത് പ്രാണായാമങ്ങൾ പരിശീലിച്ച് ധ്യാനം ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. എനിക്കതിനുള്ള മാർഗം തുറന്നു തരണേ. എനിക്കതിനുള്ള തോന്നലുകളുണ്ടാകണേ. എൻ്റെ ലേസിനെസ് മാറ്റണേ. എൻ്റെ ജീവിതത്തെ പ്രബലപ്പെടുത്തണേ. എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളോടും കൂടി ഇത് ചെയ്യാനായിട്ട് സാധിക്കണേ എന്ന് പറഞ്ഞിട്ടൊരു താങ്ക്സ് ഗിവിങ് പ്രെയർ ചെയ്തുകൊണ്ട് ധ്യാനം അവസാനിപ്പിക്കാം. എന്നിട്ട് എഴുന്നേറ്റ് ശരീരമൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ എനർജി ഇങ്ങനെ ഒന്ന് വലിഞ്ഞ് മുറുകി അവിടെയൊക്കെ ഒന്ന് തട്ടി ടാപ്പ് ചെയ്തതിന് ശേഷം എഴുന്നേറ്റ് നിന്ന് ഒന്ന് ഷെയ്ക്ക് ചെയ്യുക. ബോഡിയെ കംപ്ലീറ്റായിട്ട് ഷെയ്ക്ക് ചെയ്യുക. ഷെയ്ക്ക് 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 ഷെയ്ക്ക്. അല്ലെങ്കിൽ പാട്ട് വെച്ചിട്ടൊരു ഡാൻസ് ചെയ്യുക. ഡാൻസ് അറിയുന്ന രീതിയിൽ ഡാൻസൊക്കെ ചെയ്ത് ബോഡിയെ കംപ്ലീറ്റ് ഒന്ന് മൂവ് ചെയ്യിക്കുക. കൈയൊക്കെ ഒന്ന് കുടയുക, കാലുകൾ കുടയുക, ഫോർ ബെൻഡ് ആൻഡ് ബാക്ക് ബെൻഡ് ആൻഡ് ഹിപ്പ് റൊട്ടേഷൻ. അങ്ങനെ നമുക്കറിയുന്ന എക്സസൈസുകളൊക്കെ ഒന്നൊരു ചെറിയ സെറ്റ് ഒന്ന് ചെയ്യുക. കാരണം ഈ എനർജിയൊക്കെ ഫ്ലോസിങ്ങൊക്കെ ഒന്ന് കറക്റ്റ് ഇതിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ദിവസം നിങ്ങൾ സങ്കല്പിക്കുന്നതിനേക്കാളും മുകളിലേക്ക് കടന്നു പോകുന്നത് കാണാം. നാം മികച്ച ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതും ഇങ്ങനെ ക്രമേണ നാം ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഉയരുന്നതും ആത്മീയമായും ഭൗതികമായും ഉയരുന്നതും സമ്പന്നതയിലും സ്നേഹകാരുണ്യങ്ങളിലും ഈശ്വരീയമായ പ്രഭകളാലും നാം നിറഞ്ഞ് ഏറ്റവും മികച്ച ഒരാളായി നമുക്ക് നിലനിൽക്കാൻ ഭൂമി ഏറ്റവും മികച്ച ഒരു സ്ഥലമാണ്, നമുക്ക് പറ്റിയ സ്ഥലമാണ് എന്ന തോന്നലുകൾ ഉണ്ടാകുവാനും സന്തോഷകരമായി ജീവിക്കുവാനും ആനന്ദകരമായി ജീവിക്കാനും പരസ്പരം സ്നേഹത്തിൽ നിറഞ്ഞ് ജീവിക്കാനും സാധിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ നന്ദി. നമസ്തേ. Chenchi from Thrissur. Namaste. In the name of God, in the name of Guru Parambaras, and the Ma Charlotte and Master Chwakaksui and Mahaguru Chinni. Thank you. Namaste. Namaste. Thank you.